മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് മെഡ് ചാറ്റിൽ അബീർ മെഡിക്കൽ സെന്റർ സൈക്കോളജിസ്റ്റ് ചിഞ്ചു മംഗലത്തിൽ. കുട്ടികളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവരുടെ മാനസികാരോഗ്യവും. പക്ഷേ നമ്മളിൽ പലരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അവരുടെ മാനസികാരോഗ്യം. അത് അവരുടെ ഓവറോൾ വെൽബീയിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഫാക്ടർ കൂടിയാണ്. ഫാമിലി എൻവയൺമെൻറ്റ്, സ്കൂളിംഗ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, മറ്റ് സാഹചര്യങ്ങളൊക്കെയും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം. എന്തൊക്കെയാണ് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ളത്? അക്കാഡമിക് പ്രഷർ, ബുള്ളിയിങ്, പിയർ റിലേറ്റഡ് ചാലഞ്ചസ്, കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ എൻഗേജ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവരെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കമ്പയർ ചെയ്യുന്നത്, ഫാമിലി എൻവയൺമെൻറ്റ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ ഫാമിലി, കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ പേരൻസ്, സെപ്പറേഷൻ, ഡെത്ത്, പേരൻസിൻ്റെ അൺഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ബിഹേവിയർ, എക്സ്പോഷർ ടു ഡിഫറെൻറ്റ് കണ്ടൻറ് ഓൺ ദ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെയും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനായി അവർ എക്സ്പ്രസ് ചെയ്യുന്ന വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ബിഹേവിയറൽ ചേഞ്ചസ് ആണ് അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സഡൻ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നു, പെട്ടെന്ന് കരയുന്നു, സോഷ്യൽ വിഡ്രോവൽ, അവർക്ക് ആരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, വളരെ ആക്റ്റീവായിട്ടുണ്ട് കുട്ടി, പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നു, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, നൈറ്റ് മെയർസ് ഉണ്ടാകുന്നു, ബെഡ് വെറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിലൊരു മാറ്റം വരുന്നു, വിശപ്പില്ലായ്മ തോന്നുന്നു, ഓവർ ഡിപ്പെൻഡൻസ്, അവർ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പോലും അവരവരുടെ കെയർ ടേക്കറിനെയോ അല്ലെങ്കിൽ പേരൻസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു, റിക്കറിങ് ഫിസിക്കൽ കംപ്ലയിൻസ്, സ്റ്റമക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻസ്, ഹെഡ് ഏക്സ്. പക്ഷേ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര എവിഡൻസും ഉണ്ടാവില്ല. പക്ഷേ ഇത് റിക്കറിങ് ആയിട്ടുള്ള ഒരു സൈൻ ആൻഡ് സിംറ്റം ആയിട്ട് കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡിക്ലൈൻ ഇൻ ദെയർ അക്കാഡമിക് പെർഫോമൻസ് അല്ലെങ്കിൽ മറ്റ് ഏരിയ പെർഫോമൻസസിലൊക്കെ ഒരു ഡിക്ലൈൻ കാണുന്നു. ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുന്ന വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് അവരുടെ ചാലഞ്ചസും അവരുടെ ഡിഫിക്കൽട്ടീസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് തോന്നണം അവരുടെ പേരൻസ് ആണ് അവരുടെ പ്രൈമറി സപ്പോർട്ട് ഫിഗേഴ്സ് എന്ന് തോന്നിയത്. അവർക്ക് എന്ത് ചാലഞ്ചസും വന്ന് ഓപ്പണായി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എല്ലാ പേരൻസും കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഒരു ഇമോഷണൽ കൺസേൺ അതല്ലെങ്കിൽ അവരുടെ ഡിഫിക്കൽട്ടീസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അതിനെ നോക്കിക്കാണുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു അഡൾട്ടിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ പ്രോബ്ലംസ് അത്ര വളരെതായിരിക്കില്ല, അല്ലെങ്കിൽ അത് വളരെ ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ പെയിൻ ത്രഷോൾഡ് കുറവാണ്. അവർ പല ചാലഞ്ചസും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവർക്ക് പലപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഒരു ചാലഞ്ചിനെ ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോട് പുറത്തേക്ക് വരേണ്ടത് എന്ന്. അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അവർ അതിനുള്ള റെസീലിയൻസ് ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവരൊരു പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം ഉണ്ടാകുക. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഒരു കുട്ടി എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഒരു മാനസികാരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള എല്ലാ സപ്പോർട്ടും റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അഡൾട്ട്സ് അല്ലെങ്കിൽ പേരൻസ് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രോസസ്സിൽ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും പേരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്നത് അവരുടെ റെസീലിയൻസ് ബിൽഡിങ്ങിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ മേക്ക് ഷുവർ ദാറ്റ് യു റീച്ച് ഔട്ട് ടു ദ റൈറ്റ് പ്രൊഫഷണൽ ഫോർ ദ റൈറ്റ് സപ്പോർട്ട്. ഖത്തറിലുള്ള ഏത് പ്രായക്കാർക്കും ഏത് തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കൺസേൺസിനും കൗൺസിലിംഗ് സർവീസസിനുമായിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അബീർ മെഡിക്കൽ സെൻറ്റർ അബു ഹമൂറിൽ സമീപിക്കാവുന്നതാണ്. Thank you. Momentum Media proudly presents Qatar Canvas in association with Isuzu Qatar and Christian SVP. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port, 44878 www.goodwillcargoqatar.com.
Grand Hypermarket Qatar. Grand shopping. Great values. Honor 400 series. AI Portrait Snap